രാഹുലിന് എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയായ എൻ്റെ മകനെ എനിക്ക് നഷ്ടമാകും. അത് പാടില്ല, സമ്മതിക്കില്ല ഞാൻ. രാഹുലേട്ടാ, ചായ. നിനക്ക് എന്നോടെന്തോ പറയാനുണ്ടല്ലോ? ശരിയാ, എനിക്ക് രാഹുലേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെന്തിനാ മടിക്കുന്നത്? എന്തായാലും നീ കാര്യം പറ. എനിക്ക് ഒരാഗ്രഹം തോന്നുന്നുണ്ട് രാഹുലേട്ടാ. എന്താഗ്രഹം? നീ കാര്യം പറ രാജി. എനിക്ക് പച്ചമാങ്ങ തിന്നാൻ കൊതിയാവുന്നു. രാഹുലേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് വാങ്ങിത്തരാവോ? ഇതാണോ കാര്യം? ഈ നിസ്സാര കാര്യം പറയാനാണോ നീ മടിച്ചു നിന്നത്? അത് ഞാൻ ഗർഭിണിയായ എന്റെ സ്വന്തം ഭാര്യയ്ക്ക് പച്ചമാങ്ങ വാങ്ങിക്കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? അത് ഞാൻ വാങ്ങിത്തരാം. സത്യമാണോ രാഹുലേട്ടാ? പിന്നെ നിന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞ. അപ്പൊ പിന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരേണ്ടത് എന്റെ കടമയല്ലേ? ഇവൻ എങ്ങനെയാ ഇങ്ങനെ ഒരു പെൺകൊന്തനായി പോയത്? കഷ്ടം. താങ്ക്സ് രാഹുലേട്ടാ. ദേ രാജി, ഇനി മേലാൽ എന്നോട് താങ്ക്സ് ഒന്നും പറയരുത് കേട്ടോ. പിന്നെ എന്താഗ്രഹം തോന്നിയാലും മടിക്കാതെ എന്നോട് പറയുകയും വേണം. പറയൂ. പറയാം. നിനക്കെന്താ രാഹുൽ, പട്ടായോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ പറയേണ്ടത്? നീ എന്തിനാ ആ രാജി പറയുന്ന താളത്തിൽ തുള്ളുന്നത്? നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ? അത് അമ്മേ, ഞാൻ പറ രാഹുൽ, എന്താ കാര്യം? എന്തിനാ എന്നോട് മറയ്ക്കുന്നത്? നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ? അത് പിന്നെ എനിക്കറിയില്ലമ്മേ. പക്ഷേ ഒന്ന് സത്യം, ഇപ്പൊ എന്റെ മനസ്സിൽ രാജിയോട് ദേഷ്യം തോന്നാറില്ല. ഞാനറിയാതെ എൻ്റെ ഉള്ളില് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേണ്ട രാഹുൽ, അത് ശരിയാവില്ല. രാജി നമുക്ക് യോജിച്ച പെണ്ണല്ല. അവളെ ഒഴിവാക്കുക വേണ്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത അടുപ്പം വേണ്ട. അമ്മ പറയുന്നതൊന്നും മനസ്സിലാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല ഇപ്പോ. സോറി അമ്മ. രാഹുൽ, അമ്മ പറയുന്നത് കേക്ക്.